വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വിമുക്ത ഭടൻ ഡൽഹിയിൽ ആത്മഹത്യ ചെയ്തു. ഹരിയാന സ്വദേശിയായ സുബേദാർ രാംകിഷൻ ഗ്രേവാളാണ് വിഷം കഴിച്ച് മരിച്ചത്. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന് കത്തെഴുതി വെച്ചാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിലും വിമുക്ത ഭടന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന് കാണിച്ചാണ് രാംകിഷൻ ഗ്രേവാൾ ആത്മഹത്യ ചെയ്തത്. തന്റെ ആത്മഹത്യയ്ക്ക് ശേഷമെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന് എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു. പ്രതിരോധ മന്ത്രിയെ കാണാൻ സമയം ചോദിച്ച് കാത്തിരിക്കുന്നതിനിടെയാണ് ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഹരിയാനയിലുള്ള കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് അറിയിച്ച ശേഷമായിരുന്നു ആത്മഹത്യ. അതേസമയം ജന്തർ മന്ദറിൽ 1.5 വർഷമായി തുടരുന്ന സമരത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നില്ലെന്ന് ഒരു വിഭാഗം ആരോപിച്ചു. എന്നാൽ സമരത്തിൽ രാംകിഷൻ പങ്കെടുത്തിരുന്നെന്നും വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സംയുക്ത സമരസമിതി പ്രവർത്തകർ വ്യക്തമാക്കി. Unless until the government give us one rank one pension, the veterans will not move out from Jantar Mantar at all. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാംകിഷന്റെ വീട് സന്ദർശിക്കും. അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കിയതിന്റെ പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും തനിക്ക് ആശീർവാദങ്ങൾ ലഭിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ 2 ദിവസത്തിനകമാണ് ഇതേ വിഷയത്തിന്റെ പേരിലുള്ള ഒരു വിമുക്ത ഭടന്റെ ആത്മഹത്യ. ഇത് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. ജിജി പിള്ളയ്ക്കൊപ്പം ബൽറാം, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത വിമുക്ത ഭടന്റെ വീട് സന്ദർശിച്ച കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈകുന്നേരം ആത്മഹത്യ ചെയ്ത ആളുടെ ബന്ധുക്കളെ കാണാനെത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തത്. 2 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് രാഹുൽ ഗാന്ധിയെ പോലീസ് വിട്ടയച്ചത്. നേരത്തെ ഇയാളുടെ മൃതദേഹം കാണാൻ ആശുപത്രിയിലെത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് ഇതോടെ വ്യക്തമായെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. വീരമൃത്യുവിനെ വാഴ്ത്തുന്നവരുടെ വായടഞ്ഞോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP ജനറൽ സെക്രട്ടറി MT രമേശ്, ആം ആദ്മി പാർട്ടി കൺവീനർ CR നീലകണ്ഠൻ, ഇടത് സ്വതന്ത്രനും നിയമവിദഗ്ധനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കോൺഗ്രസ് വക്താവ് ടോം വടക്കൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.